പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വർഷത്തിലൊരിക്കൽ ഇങ്ങനെ സെക്കുലർ ഫെസ്റ്റ് എന്ന പേരിൽ ഒന്നിച്ച് ചേരുന്നുണ്ട്. 2-3 തവണയായിട്ട് ഞാനും ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നാഗേഷ് പറഞ്ഞതുപോലെ ഈ ജീവിതത്തിൽ സെക്കുലറിസം പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഒറ്റപ്പെടുക എന്ന പോലത്തൊരു പ്രശ്നം കൂടിയുണ്ട്. പല മേഖലകളിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തപ്പെടുകയോ മാറി നിൽക്കുകയോ ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അത് നമുക്കും ഉള്ളതാണ്. എഴുത്തുകാർക്കും ആ പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് എഴുത്തുകാർ പൊതുവേ ഈ സെക്കുലർ സ്റ്റാൻഡ് പല രീതിയിൽ പല സ്ഥലത്ത് മറച്ചു വയ്ക്കുകയോ അത് പറയാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ട്. എവിടെ ചെന്നാലും അവരവിടെ നിന്നുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ പറയാറുണ്ട്. ഞാനൊക്കെ ചില പരിപാടികളെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ട്, ചില മത പരിപാടികളിൽ. പക്ഷേ അത് തിരിച്ചറിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യക്കുറവ് പിന്നീട് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു ദിവസമാണ്. ഇന്ന് രാവിലെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ടി വിയിൽ നടന്ന ചർച്ചയിൽ ഇലക്ഷൻ എങ്ങനെയാണ് ഒരു മാധ്യമം കൈകാര്യം ചെയ്യുന്നത് നോക്കുമ്പോൾ അവർ സാമുദായിക മത സമവാക്യങ്ങളുടെ ഒരു റിസൾട്ട് എന്ന നിലയ്ക്കാണ് തെരഞ്ഞെടുപ്പിനെയും കാണുന്നത്. അല്ലാതെ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ ബഹുവിധമായ രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന ആശയ സംഘർഷങ്ങളുടെയും ആശയ പോരാട്ടത്തിൻ്റെയും അതിൻ്റെ വിജയപരാജയങ്ങളുടെയും രീതിയിലല്ല. ഒരുപക്ഷെ അടിത്തട്ട് രഹസ്യവും അതുതന്നെയായിരിക്കാം. നമ്മുടെ ജാതികളും മതങ്ങളുമായി വേർപിരിഞ്ഞു നിന്നുകൊണ്ട് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാവാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ആകാമെന്നതല്ല, അങ്ങനെ തന്നെയാണ്. ബഹുവിധ മതങ്ങൾ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികളെ അതിശക്തമായി സ്വാധീനിക്കുകയും സമവായങ്ങൾ തീരുമാനിക്കുകയും തെരഞ്ഞെടുപ്പിനെ അധികാരത്തിനെ നിർണ്ണയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അധികാരത്തിന് എപ്പോഴും ഈ സെക്കുലർ എന്ന് പറയാൻ പറ്റും എന്നുള്ളതല്ലാതെ സെക്കുലർ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയണമെന്നില്ല. പക്ഷേ എങ്കിലും താരതമ്യേന മെച്ചപ്പെട്ട ഒരു സെക്കുലർ സമീപനം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ മൊത്തം എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യ നമുക്ക് വേണം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം നമുക്ക് വേണം. പിരിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. കാരണം ഒരുപാട് ഫെഡറൽ സംവിധാനത്തിൽ വന്ന ഒരുപാട് കേരളം പോലെ തമിഴ്നാട് പോലെ വളരെ വൈവിധ്യമുള്ള ഉത്തർപ്രദേശങ്ങൾ പോലെയുള്ള സംസ്ഥാനങ്ങൾ ചേർന്നതാണ് ഇന്ത്യ. അത് വേണമെങ്കിൽ പിരിഞ്ഞു പോകാം. പക്ഷേ ഇന്ത്യ ഒരു യൂറോപ്പ് പോലെ ഒരു പ്രദേശമാണ്. യൂറോപ്പിൽ പല ഭാഷകളുണ്ട്, പല സംസ്കാരങ്ങളുണ്ട്, പക്ഷേ പല രാജ്യങ്ങളാണ് അവ. അതൊരു ഫെഡറൽ സ്വഭാവമുള്ള സ്ഥലങ്ങളല്ല, രാജ്യങ്ങളാണ്. പക്ഷേ ആ സ്ഥലത്ത് വിസയില്ലാതെ തന്നെ സഞ്ചരിക്കാവുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ വളരെ വൈവിധ്യമുള്ള ലാൻഡ്സ്കേപ്പുകളുടെ കാര്യത്തിലാണെങ്കിൽ, അതുപോലെ സംസ്കാരത്തിൻ്റെ കാര്യത്തിലും ഭാഷയുടെ കാര്യത്തിലും ജീവിത രീതിയുടെ കാര്യത്തിലും സ്ഥലങ്ങളുടെ കാര്യത്തിലും മനുഷ്യരുടെ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലും ഒക്കെ വൈവിധ്യമുള്ളൊരു രാജ്യമാണ്. ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ രാജ്യം തരുന്നുണ്ട്. പക്ഷേ ആ രാജ്യം മതാധിഷ്ഠിതമായി നിൽക്കുന്നു. അതിൻ്റെ പ്രതിസന്ധികളെല്ലാം നമുക്കറിയാം. അത് ഏറ്റവും പ്രധാനമായി മതത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അത് ജാതിയും കൂടെ ഇതിനൊരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. വളരെ കൃത്യമായി ജാതിയാണത്. ഇപ്പോൾ നമ്മൾ സെക്കുലർ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു യൂറോപ്യൻ സാഹചര്യത്തിൽ രൂപപ്പെട്ടൊരു വാക്കാണ്. സെക്കുലർ എന്ന വാക്ക് യഥാർത്ഥത്തിൽ ജാതി നിരപേക്ഷതയെ അത്ര കണ്ട് ഉൾക്കൊള്ളാൻ ശേഷിയുള്ളൊരു പദമാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം സെക്കുലർ മതനിരപേക്ഷതയെന്നൊക്കെ അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന അർത്ഥത്തിനെയാണ് അത് ഉൾക്കൊള്ളുന്നത്. യൂറോപ്യൻ സാഹചര്യത്തിൽ ശരിയായിരിക്കാം. പക്ഷേ ഇന്ത്യയിൽ സെക്കുലർ എന്ന് പറഞ്ഞിട്ട് ഈ മതനിരപേക്ഷത എന്ന് പറയുന്ന ആശയത്തിൽ നിൽക്കുകയും അത് ജാതി നിരപേക്ഷത എന്ന ആശയത്തിനെ സൂക്ഷ്മമായി ഉൾക്കൊള്ളാൻ ശേഷിയുള്ളൊരു പദമാണോ എന്ന സംശയം എനിക്കുണ്ട്. അത്ര സൂക്ഷ്മമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ സങ്കീർണമാണത്. അതുകൊണ്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ സെക്കുലർ എന്ന പദത്തിൽ നിന്ന് വ്യത്യസ്തമായ ഈ പറയുന്ന ജാതി നിരപേക്ഷതയുടെ ആശയം ഉൾക്കൊള്ളുന്ന ഒരു പദത്തിൻ്റെയും അതിൻ്റെ വിനിമയത്തിൻ്റെയും വ്യാപ്തിയുടെയും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ സെക്കുലർ എന്ന് പറയുന്ന ഒരു പരിമിതിയെക്കുറിച്ച് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം നിലനിൽക്കുക എന്നതുപോലെ തന്നെ സെക്കുലർ ആയിരിക്കുക എന്നതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷം അല്ല, ജാതി നിരപേക്ഷവും കൂടി ആയിരിക്കേണ്ടതുണ്ട്. മനുഷ്യൻ എങ്ങനെ പോയാലും ജാതിയിൽ ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 2 കൊച്ചു കവിതകൾ വായിക്കാം. കവിതയായിരിക്കും പ്രധാനപ്പെട്ട കാര്യം. ഈ സെക്കുലർ ഫെസ്റ്റുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ആശയ സംവാദമാണ് നടക്കുന്നത്. ഈ ആശയ സംവാദം നടക്കുമ്പോൾ ഒരു കാര്യം, അത്രയും ആശയങ്ങൾ സ്വീകരിക്കാൻ സജ്ജതയുള്ള മനുഷ്യരുടെ എണ്ണം കുറവാണ്.
ഫെസ്റ്റുകളിലാണ് നമ്മൾ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉത്സവം എന്നാണ്. ഫീസ്റ്റുമായി ചേർന്ന വാക്കാണ് ഫെസ്റ്റിവൽ എന്ന് പറയാറുണ്ട്. ഫീസ്റ്റ് ഉണ്ട്, അതാണ് ഫെസ്റ്റിവലായി മാറാറുള്ളത്. പക്ഷെ നമുക്കിപ്പോൾ മതനിരപേക്ഷപരമായ കലാരൂപങ്ങളുടെ ഒരു കുറവുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെയുണ്ട്. ഇപ്പോൾ യോഗ എന്ന് പറയുന്നൊരു സംഗതി പലപ്പോഴും സ്കൂളുകളിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ കവച്ചു വയ്ക്കുന്ന തരത്തിൽ ഒരു മതനിരപേക്ഷം എന്ന് പറയാവുന്ന ഒരു ആംഗിളിലും അതിനെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പക്ഷെ പൂർണ്ണമായും അങ്ങനെയല്ല. എങ്ങനെ പറഞ്ഞാൽ യോഗ എന്ന് പറയുന്നൊരു സംഗതിക്ക് മതാത്മകമായ എന്തൊക്കെയോ ഘടകങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യോഗ പണ്ട് ഇതൊക്കെ കേട്ട സമയത്തൊക്കെ നമ്മളൊരു കൗമാര യൗവന കാലത്തൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ്. പിന്നീട് എനിക്കിതിൻ്റെ മതാത്മകത തോന്നുകയും അത് അത്ര കണ്ട് ശാസ്ത്രീയമല്ലെന്ന് തോന്നുകയും ചെയ്തിട്ട് അതിൽ നിന്ന് പിൻവാങ്ങുന്നു. പക്ഷേ ഇപ്പോൾ സൂംബ ഡാൻസ് വരുന്നു. സൂംബ ഡാൻസ് പോലുള്ള അല്ലെങ്കിൽ അത്തരം എക്സർസൈസുകൾ വരുമ്പോൾ അതിനൊരു മതനിരപേക്ഷ സ്വഭാവം വരികയാണ്. ഈ മതനിരപേക്ഷ സ്വഭാവമുള്ള കാര്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അത് സ്കൂളുകളിൽ ധാരാളം വരുന്നുണ്ട്. പക്ഷേ പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള സൂംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനെതിരാണ്. കാരണം ആണും പെണ്ണും കൂടെ ഒന്നിച്ച് നിന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്തോ പൊരുത്തക്കേടാണ്, എന്തോ കുറവുള്ളതാണ്. അത് മാത്രമല്ല പല മതത്തിൽപ്പെടുന്ന ആൾക്കാരാണ്, അവർക്ക് വന്ന് നിൽക്കുന്ന എന്തൊക്കെ പ്രശ്നമുണ്ട് എന്ന് പറയുന്നൊരു സാഹചര്യവും നിലവിലുണ്ട്. എന്നാൽ പോലും ഗവൺമെൻറ് അതിനെ പിന്തുണയ്ക്കുന്നു എന്നിടത്ത് വെച്ചിട്ട് ഇത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഈ കലാരൂപങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയാം, മോഹിനിയാട്ടമായാലും ഭരതനാട്യമായാലും അത്തരത്തിലുള്ള കലാരൂപങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കലോത്സവം പോലുള്ള കാര്യങ്ങളിൽ അത് വളരെ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അത് പ്രാമുഖ്യം നേടിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി സെക്കുലർ സ്വഭാവമുള്ള കലാരൂപങ്ങൾ എടുത്തു നോക്കിയാൽ വളരെ കുറവാണ്. ഇത് നമുക്ക് വേണ്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ സെക്കുലർ സ്വഭാവമുള്ള ഇപ്പോൾ ഊരാളി പാട്ടുകാർ വരുന്നു. മുമ്പ് നമ്മൾ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പരിപാടി നടത്തും, വി ദ പീപ്പിൾ എന്നൊരു പരിപാടി നടത്തുമ്പോൾ അവിടെ ഈ ഊരാളി പാട്ടുകാർ വരുന്നു. അത്തരത്തിൽ മതനിരപേക്ഷവും ജാതി നിരപേക്ഷവുമായിട്ടുള്ള ഉത്സവങ്ങളുടെ പ്രതീതി ഉണ്ടാക്കുന്ന ഒരു കാര്യം നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ കാരണം സെക്കുലർ ആയിരിക്കുക എന്നതാണ് ഒരുപക്ഷെ ഏറ്റവും പുതിയ മനുഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം. ഒരു ജാതി മനുഷ്യനായിരിക്കുന്നതിൽ നിന്നും മതമനുഷ്യനായിരിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി സെക്കുലർ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ മനുഷ്യൻ്റെ ലക്ഷണം. അപ്പോൾ ആ പുതിയ മനുഷ്യർക്ക് ആവശ്യമായ കാര്യങ്ങൾ വേറെയും ആവശ്യമുണ്ട്. അത് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ പരിമിതിയായിരിക്കാം. പക്ഷേ അതിൻ്റെ ഒരു സാധ്യതയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള കലാരൂപങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ അത്തരം കലാരൂപങ്ങളുടെ ആസ്വാദ്യതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രയാസമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായിരിക്കാം ഈ ആൾക്കാരെ നമുക്കിങ്ങോട്ട് ആകർഷിക്കാൻ പറ്റാത്തത്. പക്ഷേ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇത്തരം കലാരൂപങ്ങളെയോ അല്ലെങ്കിൽ ഇത്തരം വാഗ്വാദങ്ങളെയോ വളരെ ചെറിയ രൂപത്തിൽ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ അടുത്തെത്തിക്കുന്ന തരത്തിലുള്ള വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്തെത്തുന്നുണ്ട്. അതിനകത്ത് ആൾക്കാരുടെ സ്വാധീനവും ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഇത്തരം ഒരു വേദി വരുമ്പോൾ അങ്ങനെയുള്ള ഒരു പരിമിതി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒന്ന് രണ്ട് കവിത പറയാം. ഒന്ന് ആൾക്കൂട്ടം എന്ന കവിത. ആൾക്കൂട്ട കൊലയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. ആൾക്കൂട്ടം, ഈ ആൾക്കൂട്ടത്തിന് നമുക്കറിയാം അത് ഓർഗനൈസ്ഡ് അല്ല. പലപ്പോഴും ആൾക്കൂട്ടം ഒരു ഭീകരജീവിയെപ്പോലെ അവരുടെ പൊതുബോധത്തിൽ നിന്നുകൊണ്ട് ഇതാ ഒരു കള്ളൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ആൾക്കൂട്ടം മുഴുവൻ അത് കള്ളനാണെന്ന് തീരുമാനിക്കുകയും വിധി നടപ്പിലാക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ട്. അതിനർത്ഥം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ പൊതുബോധമാണ്. രൂപപരമായോ വേഷത്തിൻ്റെ രീതിയിലോ ഭാഷയുടെ രീതിയിലോ ഒരാളിനെ കള്ളനെന്ന് നമുക്ക് തീരുമാനിക്കാൻ എളുപ്പമാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൾക്കൂട്ടം അതിൻ്റെ യഥാർത്ഥ രൂപം പ്രകടിപ്പിക്കുകയും ഒരു ഭീകരജീവിയായി ആൾക്കാരുടെ പുറത്ത് ചാടി വീഴുകയും തല്ലിക്കൊല്ലുകയൊക്കെ ചെയ്യുന്ന കാര്യം നമ്മുടെ നാട്ടിൽ സാധാരണമാണ്. ഒരുപക്ഷെ നമ്മളും അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ അവിടെ പെട്ടാൽ പോലും ഇയാൾ കള്ളനായിരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾക്കൊരു ചോദ്യം പോലും ചോദിക്കാൻ കഴിയാത്ത തരത്തിൽ ആൾക്കൂട്ടം ഭീകരമാണ്. ആൾക്കൂട്ടം. അതിനുശേഷം ആൾക്കൂട്ടം പിരിഞ്ഞുപോയി. അതിൻ്റെ ജാതിയിലേക്ക്, മതത്തിലേക്ക്, കടത്തിലേക്ക്, അടച്ചുറപ്പിലേക്ക്, സുഖത്തിലേക്ക്, ദുഃഖത്തിലേക്ക്, വലിയവൻ വലുതെന്ന പോലെ, ചെറിയവൻ ചെറുതെന്ന പോലെ. അതിനുശേഷം ആൾക്കൂട്ടം പിരിഞ്ഞുപോയി. അതിൻ്റെ ജാതിയിലേക്ക്, മതത്തിലേക്ക്, കടത്തിലേക്ക്, അടച്ചുറപ്പിലേക്ക്, സുഖത്തിലേക്ക്, ദുഃഖത്തിലേക്ക്, വലിയവൻ വലുതെന്ന പോലെ, ചെറിയവൻ ചെറുതെന്ന പോലെ. ആൾക്കൂട്ടം ഭയാനകമായ അതിൻ്റെ നിശബ്ദതയ്ക്കുള്ളിലേക്ക് പിരിഞ്ഞുപോയി. ആരുമാരുമൊന്നിനും സാക്ഷിയായില്ല, ഉത്തരവാദിയായില്ല. നമ്മളിപ്പോൾ കാണുന്നത് തല തകർന്ന്, തുടചതഞ്ഞ്, വരിയുടഞ്ഞ്, ചോര ചൂടിക്കിടക്കുന്ന ഇരുണ്ട ദേഹം. നമ്മളിപ്പോൾ കാണുന്നത് തല തകർന്ന്, ഉടൽ ചതഞ്ഞ്, വരിയുടഞ്ഞ്, ചോര ചൂടിക്കിടക്കുന്ന ഇരുണ്ട ദേഹം.
അതിനെ നമ്മുടെ സംസ്കാരം എത്ര വേഗം സംസ്കരിക്കും? അതിനെ നമ്മുടെ സംസ്കാരം എത്ര വേഗം സംസ്കരിക്കും? നോക്കുക, കിടക്കുന്ന പിടച്ചിലിൽ ചവിട്ടിക്കൊണ്ട് ആൾക്കൂട്ടം പിരിഞ്ഞുപോയി. നോക്കുക, കിടക്കുന്ന പിടച്ചിലിൽ ചവിട്ടിക്കൊണ്ട് ആൾക്കൂട്ടം പിരിഞ്ഞുപോയി. അടുത്തൊരു കവിത ഈ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തിലൊക്കെ ഭാഷാഭൂഷണിയിൽ വന്നൊരു കവിതയാണ്. രണ്ട് കവിതകൾ എന്ന പേരിൽ വന്ന ഒരു പക്ഷി എന്ന കവിതയും പൂച്ച എന്ന കവിതയാണ്. ഞങ്ങൾ വളർത്തിയ പൂച്ച ഏതോ വിഷം തിന്നു ചത്തു. ഞങ്ങൾ വളർത്തിയ പൂച്ച ഏതോ വിഷം തിന്നു ചത്തു. കണ്ണീരു വന്നു കരച്ചിൽ, മൂകത വന്നു മടുപ്പ്. കണ്ണീരു വന്നു കരച്ചിൽ, മൂകത വന്നു മടുപ്പ്. സങ്കടം പൂച്ചയെപ്പോലെ ഉള്ളിൽ കയറിക്കിടന്നു. സങ്കടം പൂച്ചയെപ്പോലെ ഉള്ളിൽ കയറിക്കിടന്നു. പിന്നെയതെപ്പോഴോ എന്നോ കാടുകയറിപ്പോയെന്നാൽ മാന്തും മുരളും കരയും അറിയാത്ത സങ്കടമേതോ. പിന്നെയതെപ്പോഴോ എന്നോ കാടുകയറിപ്പോയെന്നാൽ മാന്തും മുരളും കരയും അറിയാത്ത സങ്കടമേതോ. പക്ഷി എന്ന കവിത. ഒരിക്കൽ വീട്ടിലേക്ക് ഏതോ രാക്കിളി പറന്നു കയറി. എല്ലാവരും പേടിച്ചുപോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തല്ലിക്കെടുത്തി പറക്കൽ. ഒരിക്കൽ വീട്ടിലേക്ക് ഏതോ രാക്കിളി പറന്നു കയറി. എല്ലാവരും പേടിച്ചുപോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തല്ലിക്കെടുത്തി പറക്കൽ. വന്ന ജീവൻ താഴെ വീഴുകെ പോയ ധൈര്യം തിരികെ വന്നു. വന്ന ജീവൻ താഴെ വീഴുകെ പോയ ധൈര്യം തിരികെ വന്നു. ചിറകിൽ തൂക്കിയെടുത്ത് കുഴിവെട്ടി മൂടി പറക്കൽ. അതിൽ പിന്നെ തനിച്ചുള്ള നേരം അകപ്പെട്ട പോലേതോ പ്രാണൻ തല്ലേറ്റ് താഴെ വീഴുന്നു. അതിൽ പിന്നെ തനിച്ചുള്ള നേരം അകപ്പെട്ട പോലേതോ പ്രാണൻ തല്ലേറ്റ് താഴെ വീഴുന്നു. ആരതിനെ വന്നു മീളും. മീളുക എന്ന വാക്കിന് രക്ഷിക്കുക എന്നാണ് അർത്ഥം. ആരതിനെ വന്നു മീളും. പക്ഷിയെ കൊല്ലാൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾക്ക് നേരെ ഒരു ഭീഷണി വരുമ്പോഴാണ് നമ്മുടെ ആധി മുഴുവനും പുറത്തേക്ക് വരുന്നത്. ചെറുതിൽ നിന്ന് നമ്മളിലേക്കുള്ള ഒരു ദൂരം വളരെ വലിയ ദൂരമൊന്നുമല്ല എന്ന് നമുക്കറിയാം. ഒരു കവിതയോടെ വായിച്ച് ഞാൻ ഈ വേദിയിൽ നിന്ന് മാറുന്നതാണ്. നഗരം എന്ന കവിത. ഈ നഗരം എന്ന കവിത എഴുതാനുള്ള കാരണം നഗരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള യാത്രാനുഭവങ്ങളാണ്. ഓരോ നഗരവും ഓരോ ഭാഷയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്ത് 10 വർഷം മുമ്പ് വന്ന ഒരാൾ അതിനുശേഷം വരുമ്പോൾ ഇത് വേറൊരു ഭാഷയായിട്ട് മാറും. ഈ ഭാഷ എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്ന കെട്ടിടങ്ങളും അതിൻ്റെ രൂപവും അതിൻ്റെ ഭാവവും ഒക്കെയാണ്. അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നഗരവൽക്കരിക്കപ്പെട്ട സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി വച്ചിരുന്ന പല രൂപങ്ങളും ഇല്ലാതെ പോയതറിയാം. അപ്പോൾ നമ്മൾ അപരിചിതരാണ്. ഇതേത് കെട്ടിടം, ഇതേത് അക്ഷരം എന്നറിയാൻ കഴിയാത്തതുപോലെ, ഇത് ഏത് വാക്കാണ് എന്നറിയാൻ പറ്റാത്തതുപോലെ ആയി മാറും. അപ്പോൾ ഈ നഗരം വളരെ സങ്കീർണമായൊരു പ്രശ്നമാണ്. അതുപോലെ ബംഗ്ലാ ഭാഷ സംസാരിക്കുന്നു എന്ന പേരിൽ ഇയാൾ ഇന്ത്യക്കാരനല്ല എന്നും ഇയാൾ ബംഗ്ലാദേശിയാണെന്നും അയാളുടെ പേര് മുസ്ലിം ആയതുകൊണ്ടും അറസ്റ്റ് ചെയ്ത് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപേക്ഷിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, ധാരാളമായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഷാ പ്രശ്നങ്ങളെ മറ്റും വെച്ചുകൊണ്ട് എഴുതിയ ഒരു കവിതയാണ് നഗരം. നഗരത്തിന്മേൽ 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 നഗരം, ഉള്ളിനുള്ളിലുള്ളിൽ നഗരം, വിരിഞ്ഞു വിരിഞ്ഞു വിരിഞ്ഞ് ഉറയൂരി ഉറയൂരി നഗരം. ഇന്ന് കണ്ടതല്ല നാളെ, ഇന്ന് കേട്ടതല്ല നാളെ, ഇന്ന് കുടിച്ചതല്ല നാളെ, ഇന്ന് മിണ്ടിയതല്ല നാളെ. ഓരോ നഗരവും ഓരോ ഭാഷയാകുന്നു, ഓരോ നിമിഷവും അത് ഭാഷ മാറ്റുന്നു. 2. നീ എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്ന എനിക്ക് മാത്രം മുലപ്പാൽ തരുന്നു. നീ എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്ന എനിക്ക് മാത്രം മുലപ്പാൽ തരുന്നു എന്ന വരികൾ പാടിപ്പാടി ഉറങ്ങുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്.
ഒരിക്കലും പണിതു തീരാത്ത നഗരത്തിൽ അവൻ്റെ ഭാഷ ഇപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുന്നു. അവൻ്റെ ഉടപ്പിറന്നവൾ നഗരത്തിലേക്ക് ഓടിപ്പോയിട്ട് ഇനിയും വന്നിട്ടില്ല. 3. മടങ്ങാൻ പറ്റാത്ത നഗരത്തിൽ വേല ചെയ്യുന്ന ഒരുവളെനിക്കുണ്ട്. അവൾ കാമുകി, എൻ്റെ മാതൃഭാഷ. നിറയെ മുറിവുകളുള്ളവൾ, തന്തയും തള്ളയും ചത്തവൻ്റെ മാതൃഭാഷ. അവൾ പറയുന്നു, നഗരം പാകമാകാത്ത മുറിവുകളുടെ ഭാഷ. അപരിചിതത്വം ഒരു മുറിവ്, എല്ലാ ദിശയും മരുഭൂമി, എല്ലാ ദശയും കടൽ, ഏതു കാറ്റും തീയൂതൽ, ഓരോ ഫ്ലാറ്റും മറുഭാഷ. അപരിചിതമായിരിക്കാൻ വെമ്പുന്നുണ്ടെൻ്റെ ഉടൽ. ശ്രദ്ധിച്ചു പഠിക്കെ, ഭാഷ ഒരു ആവാസ വ്യവസ്ഥ. കറുത്ത ചോരയോടുന്ന കാടും നാടും മലയും പുഴയും വ്യാകരണമായത്. നഗരം ഭാഷകളുടെ പ്രേതഭൂമി. 4. ഞാൻ അനിശ്ചിതമായ യാത്ര പോകുന്നു നഗരങ്ങൾ തേടി എന്നും പറഞ്ഞൊരു പോക്കു പോയിട്ട് ഒരു രാത്രി സുഹൃത്തു വിളിച്ചു. വിശ്വാസം നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ രാത്രിയിൽ, പോയ കറണ്ട് വരുമ്പോഴും ഞെട്ടുന്ന രാത്രിയിൽ, എൻ്റെ സെൽഫിയിലെ അതേ നിമിഷത്തിൽ എനിക്ക് പിന്നിൽ ആരോ വാളേറ്റു വീഴുന്ന വിദൂര ദൃശ്യവും. ഞാൻ ഭാഷ മുട്ടിപ്പോയവൻ. അവൻ പറഞ്ഞു, എങ്ങോട്ട് പോയാലും പഴഞ്ചൻ മതങ്ങളുടെ യുദ്ധം, ചോരയൊലിച്ചു വരുന്ന കുട്ടികൾ, മതങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ജീർണത, ആഘോഷങ്ങളിലെല്ലാം യുദ്ധത്തിൻ്റെ മുഴക്കം, അന്തരീക്ഷത്തിൽ ശത്രുതയുടെ വിളംബരം, കാലാവസ്ഥ പോലെ. പേടിയല്ലാതെ ഒന്നും ബാക്കിയില്ല. നാം വിശ്വസിച്ചവയിൽ നിന്ന് മറ്റൊരു കൊടി ഉയർന്നു വരുന്നു. അനിശ്ചിതമായ യാത്ര എനിക്ക് ആനന്ദം തന്നില്ല. 5. ഏതു ഭാഷയിലും മുറിവ് ഒന്നുപോലെ അല്ല എന്ന് വേറൊരു മുറിവ്. ഏതു ഭാഷയിലും കരച്ചിൽ ഒന്നുപോലെ അല്ല എന്ന് വേറൊരു കരച്ചിൽ. ഏതു ഭാഷയിലും വെയിൽ ഒന്നുപോലെ അല്ല എന്ന് വേറൊരു വെയിൽ. ഏതു ഭാഷയിലും മഴ ഒന്നുപോലെ അല്ല എന്ന് വേറൊരു മഴ. എന്നാൽ ഏതു ഭാഷയിലും ജീവിതം പ്രയാസം തന്നെ അല്ല എന്ന് വേറൊരു വഴി. സൗകര്യമുള്ളവർക്ക് എല്ലാം സൗകര്യം, കൊലപാതകം പോലും. സൗകര്യമില്ലാത്തവർക്ക് എല്ലാം അസൗകര്യം, ഒരിറക്ക് വെള്ളം പോലും. സൗകര്യമുള്ളവർക്ക് എല്ലാം സൗകര്യം, കൊലപാതകം പോലും. സൗകര്യമില്ലാത്തവർക്ക് എല്ലാം അസൗകര്യം, ഒരിറക്ക് വെള്ളം പോലും. 5. എത്ര മുറിവുകൾ ചേർന്നിട്ടാവും നഗരത്തിന് ഒരു ഭാഷയുണ്ടാവുക? എത്ര ഭാഷകൾക്ക് മേലാവും നഗരം ഒരു മാതൃഭാഷ പണിയുക? ഒരേ സമയം എത്ര മാതൃഭാഷകളെ നഗരത്തിനു പോറ്റാൻ കഴിയും? ഏതു ഭാഷയാവും ഇനി നമ്മുടെ വേദനകൾ ചുമക്കുക? ഇതാ ഏതോ ഭാഷക്കാരനെ അവർ വേട്ടയാടി പിടിച്ചിരിക്കുന്നു. അയാൾക്കില്ല രേഖകൾ. അയാൾ മനുഷ്യൻ എന്ന രേഖ മാത്രം, പക്ഷിയെപ്പോലെ, മൃഗത്തെപ്പോലെ. ദുരയ്ക്കും ദൂരത്തിനുമിടയിൽ മീനുകളെപ്പോലെ വഴുതിക്കളിക്കുന്ന വാക്ക് ഏതു ഭാഷാജീവി? ഇന്ന് അഴുക്കുചാലിൽ പൊന്തിയവളുടെ ഭാഷ എന്താവും? ഒടുവിലത്തെ സ്ഫോടനത്തെ എന്ന് വ്യാഖ്യാനിച്ചു തീരും. ഇന്ന് അഴുക്കുചാലിൽ പൊന്തിയവളുടെ ഭാഷ എന്താവും? ഒടുവിലത്തെ സ്ഫോടനത്തെ എന്ന് വ്യാഖ്യാനിച്ചു തീരും. എത്ര മുറികളുണ്ടോ അത്രയും മുറിവുകളുണ്ട് നഗരത്തിൽ. എത്ര മുറികളുണ്ടോ അത്രയും മുറിവുകളുണ്ട് നഗരത്തിൽ. നഗരം ഒരു ഭാഷാസമാഹാരം. നഗരം ഒരു ഭാഷാസമാഹാരം. ഈ സെക്കുലർ ഫെസ്റ്റിൽ വരാൻ കഴിഞ്ഞതിൽ, എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ, ഐക്യപ്പെടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നന്ദി.